ഓക്കെ, ലോജിക്കലി ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഈ ദൈവം എന്നാൽ നെസസറി ബീയിങ് ആയിരിക്കണം എന്നുള്ളത് ലോജിക്കലി തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് പേഴ്സൺ അത് മൂന്നും ഇൻഡിപെൻഡന്റ് ആണോ, ഡിപ്പെൻഡന്റ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം നെസസറി ബീയിങ് എന്നുള്ളത് ലോജിക്കലി തെളിഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റി ആണോ ഈ മൂന്ന് പേരും, എൻറ്റിറ്റികളാണോ ഈ മൂന്ന് പേരും എന്നുള്ളതാണ് ചോദ്യം. അതാണ്. ഫാസ്റ്റ് മറുപടി പറഞ്ഞോളൂ. അതെ, അദ്ദേഹം ചോദിച്ചത് ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ്, അല്ലെ ഡിപ്പെൻഡന്റ്. അപ്പൊ ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡന്റും അത് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് എന്നാണ്. അത് രണ്ടും അല്ലാത്ത ഒരു നിലപാടാണ്. ഈ ഇന്റർ ഡിപ്പെൻഡൻസി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. അത് ഇമ്മാനന്റ് ട്രിനിറ്റിയിലല്ല, അത് ഈ നമ്മള് വ്യാവഹാരിക തൃത്വം അല്ലെ എക്കണോമിക് ട്രിനിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ അവർ നിത്യരാണ്, സമതുല്യരാണ്, സമസ്തുത്യരാണ് എന്ന് പറയുമ്പോൾ ഓൺടോളജിക്കലി ദേ ആർ ഈക്വൽ. സത്താപരമായി യാതൊരു ഏറ്റക്കുറച്ചിലുകളോ വ്യത്യാസമോ ഇല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ. പിന്നെ അവരെ സംബന്ധിച്ച് സ്തുതിയും മഹത്വവും പുകഴ്ചയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഒരുപോലെയാണ് അവർ അർഹരായിരിക്കുന്നത്, യോഗ്യരായിരിക്കുന്നത്. അപ്പൊ നീ യോഗ്യൻ എന്ന് പറയുമ്പോൾ അവർ മൂന്നുപേരും സ്തുതികൾക്കും ആരാധനകൾക്കും പുകഴ്ചകൾക്കും യോഗ്യരാണ്. അതിനെയാണ് ആക്സിയോളജിക്കൽ ഇക്വാളിറ്റി എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ദേ ആർ ഈക്വൽ ഇൻ ആക്സിയോളജിക്കലി, ദേ ആർ ഈക്വൽ. എന്നാൽ അവര് വ്യാവഹാരികമായിട്ട് വരുമ്പോൾ ഫങ്ഷൻസിൽ അവരുടെ ഈ പലപ്പോഴും സമർപ്പിക്കുന്നതും കീഴ്പ്പെടുന്നതും ആ രീതിയിലുള്ള ഫങ്ഷൻസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഫങ്ഷൻസിലാണ് നമ്മൾ ഈ ഇന്റർഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഈ മൂന്ന് തലത്തിൽ മനസ്സിലാക്കുമ്പോഴേ അത് ജസ്റ്റ് ഒരു റലത്തിൽ മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരും ഒരുപോലെ സമതുല്യരും സമനിത്യരും സമസ്തുത്യരുമായ മൂന്ന് പേഴ്സൺസ് ആയിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ മുമ്പേ ആ പ്രാർത്ഥനയിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചത്. ഒരു ന്യൂമായും മറ്റൊരു ന്യൂമായേക്കാൾ വലിപ്പക്കുറവോ കൂടുതലോ ഇല്ല, പ്രായ കൂടുതലോ പ്രായ കുറവോ ഇല്ല, ഒരുപോലെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്.